മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തുകയാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് ഒരു സംയുക്ത യോഗം നടത്തി. ആ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ KSRTC ബസ് സ്റ്റാൻഡുകൾ കേരളത്തിലാകെ ശുചിയാക്കുന്നതിനും KSRTCയുടെ ലഭ്യമായ സ്ഥലം മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് വിനിയോഗിക്കുന്നതിനുമുള്ള ധാരണയായിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് KSRTCയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. വളരെ വലിയ ഒരു ഉത്തരവാദിത്വം KSRTC നിറവേറ്റിയിട്ടുണ്ട്. ഈ തീരുമാനത്തിൻ്റെ മുഴുവൻ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം ഇവിടെ എത്തിയത്. തദ്ദേശ സ്ഥാപനങ്ങൾ KSRTC ബസ് സ്റ്റാൻഡുകളിൽ മിനി MCF, വേസ്റ്റ് ബിൻ, ബോട്ടിൽ ബൂത്ത് എന്നിവയെല്ലാം സ്ഥാപിക്കുന്നതിന് പദ്ധതി വെച്ചുകൊണ്ട് തന്നെയുള്ള പിന്തുണ നൽകും എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും തദ്ദേശ വകുപ്പും KSRTCയും സംയുക്തമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പിന്തുണ KSRTCയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഈ ഒരു വലിയ പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു വലിയ പദ്ധതിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ആ പദ്ധതിയിൽ KSRTC വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. KSRTC ജീവനക്കാർ, യാത്രക്കാരുടെ എല്ലാ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്ന ജീവനക്കാരെല്ലാം മെഗാ ക്ലീനിങ്ങിലാണ്. കഴിഞ്ഞ ഒരു 16 സ്റ്റേഷനുകൾ അവർ മെഗാ ക്ലീനിങ് നടത്തിയിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ യാത്രക്കാരും മറ്റു എല്ലാവരും സഹകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാ സ്ഥലത്തും മിനിസ്റ്റർ പറഞ്ഞ പോലെ ഡസ്റ്റ്ബിന്നും മറ്റ് സൗകര്യങ്ങളെല്ലാം വയ്ക്കുന്നുണ്ട്. എല്ലാ ബസ്സിൻ്റെ ഉള്ളിലും KSRTC ബസ്സിൻ്റെ ഉള്ളിലും വേസ്റ്റ് ബിന്നെ സ്ഥാപിക്കാനുള്ള പരിപാടിയുണ്ട്. അതിനുള്ള നടപടികൾ വർക്ക്ഷോപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ വണ്ടികളും പിടിപ്പിക്കും. ഭാവിയിൽ ഈ കുപ്പികളും മാലിന്യങ്ങളും റോഡിലേക്ക് വലിച്ചെറിയരുത് എന്നുള്ളൊരു മുദ്രാവാക്യമാണ് നമ്മൾ ഇതിൽ ഉയർത്തിപ്പിടിക്കുന്നത്. ബസ്സിൽ നിന്ന് മാലിന്യങ്ങൾ റോഡിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. മാലിന്യം അതിനുള്ളിൽ തന്നെ നിക്ഷേപിക്കാനുള്ള സൗകര്യം, അത് റിമൂവ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാ വേസ്റ്റും KSRTCയുടെ മുഴുവൻ വേസ്റ്റും ഞങ്ങളിപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് മാറ്റുകയാണ്. അതിൽ ക്ലീൻ കേരള മിഷൻ്റെ സഹായവും എല്ലാ സംവിധാനങ്ങളും, ത്രിതല പഞ്ചായത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ഓയിൽ കലർന്ന വെള്ളം ശുദ്ധീകരിക്കാതെ പാർവതി പുത്തനാറിലേക്ക് ഇറങ്ങിയായിരുന്നു. അതിനൊരു പ്ലാന്റ് തന്നെ സ്ഥാപിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ധാരണയെടുത്തിട്ടുണ്ട്. ഒരു 10-50 കോടി രൂപ ചിലവ് വരുന്ന, അല്ല 50 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ആ പ്ലാന്റ് സ്ഥാപിക്കും. ഓയിൽ കലർന്ന വെള്ളം ഇനി ഓടകളിലേക്ക് ഒഴുക്കായിരിക്കും. എല്ലാ ബസ് സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷോപ്പിൽ നിന്നും ധാരാളം വെള്ളം ഈ ജലാശയങ്ങളിലേക്ക് ഓയിൽ ഇറങ്ങുന്നുണ്ട്. അത് തടയുക എന്നുള്ള ഒരു പ്രധാന മുദ്രാവാക്യം ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഒരു വലിയ വിജയമാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ആത്മാർത്ഥമായ പ്രവർത്തനം KSRTC ജീവനക്കാരുടെ ഭാഗത്തുനിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, നാട്ടുകാരിൽ നിന്നും ഉണ്ടാകണം. ബസ് സ്റ്റേഷൻ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. അവിടെ എല്ലാ ബസ് സ്റ്റേഷനും ഇപ്പോൾ ഡസ്റ്റ്ബിൻ വെച്ച് തുടങ്ങിയിരിക്കുകയാണ്, അത് ഓർഡർ ചെയ്തിരിക്കുകയാണ്. വന്ന ഉടൻ തന്നെ അത് വെക്കുന്ന മുറയ്ക്ക് എല്ലാവരും അതിൽ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കണം. അല്ലാത്ത പക്ഷം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നുള്ള ഫൈൻ ഈടാക്കുന്നതായിരിക്കും. കിളിമാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ യാർഡ് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട MLA പണം അനുവദിച്ചിട്ടുണ്ട്. ശ്രീമതി അംബിക പണം അനുവദിച്ചിട്ടുണ്ട്. ആ പണം അനുവദിച്ച് ടെൻഡർ ചെയ്തിരിക്കുകയാണ്. കോൺട്രാക്ട് പഞ്ചായത്തിനാണ് ചുമതല. അത് അവർ ഉറപ്പിച്ച് ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ചെയ്യും.